നിങ്ങളറിഞ്ഞോ, ഞാൻ മെസ്സി ഫാനായി, ഞാൻ അർജന്റീന ഫാനായി. അതായത് ഇന്നലെ രാവിലെ പോർച്ചുഗൽ പുറത്തായപ്പോൾ റൊണാൾഡോക്ക് വേണ്ടി കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞ് ഒരു ലവ് ലെറ്ററൊക്കെ എഴുതി പോസ്റ്റ് ചെയ്ത് ഇന്നലെ അർജന്റീനയുടെ മാച്ച് 75ാമത്തെ മിനിറ്റ് വരെ ഞാൻ റൊണാൾഡോ ഫാനായിരുന്നു. കളി കഴിഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ സർപ്രൈസിംഗ്ലി ഞാൻ മെസ്സി ഫാനായി. അങ്ങനെ കുറേ പേര് ചാർത്തി തന്നു എനിക്ക്. ഈ ഫാൻസ് അല്ല, ഈ അൾട്രാസ് കേൾക്കാൻ വേണ്ടിയിട്ട്, രണ്ട് സൈഡിലെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയാം, ഞാൻ നോർവേ ഫാനാണ്. ഞാൻ പോർച്ചുഗലും അല്ല, ഞാൻ മെസ്സി അല്ല, ഞാൻ ബ്രസീലും അല്ല, ഒന്നുമല്ല, ഞാൻ നോർവേ ഫാനാണ്. ഓക്കെ, ആർക്കൊരു പ്രശ്നമില്ലല്ലോ. ഇനി നോർവേ ഫാൻ എന്നുള്ള സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയുന്നു. ഈ VAR എന്ന് പറയുന്ന പരിപാടി എനിക്ക് ക്ലബ് ഫുട്ബോൾ തൊട്ട് ഇഷ്ടമല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഫുട്ബോൾ സോഫ്റ്റ് ആവുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ചെറിയ സ്റ്റോംപിന് ഫൗള് കൊടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഫൗള് വിളിച്ചാൽ VAR ചെക്ക് ചെയ്താൽ ഒരു സ്റ്റാൻഡ് എടുക്കുക. VAR കറക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കറക്റ്റ് ആയിരിക്കണം. അതായത് പോർച്ചുഗൽ ക്രൊയേഷ്യ മാച്ചിൽ ഞാൻ ഇതേപോലെ ഒരു 3 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പോർച്ചുഗൽ എന്തുകൊണ്ട് ഫെയർ ആയിരുന്നു, മറ്റേ ക്രൊയേഷ്യ റോബ് ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ പേര് വന്ന് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 20,000 കമൻറ്റ്സ് വരുന്നതേ ഉള്ളൂ. എനിക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാം. അവിടെ വന്നിട്ട് ചിലർ പറയും, മറ്റേ വെളുപ്പിക്കാൻ നോക്കുന്നു, റൊണാൾഡോ ഫാൻസിൻ്റെ കരച്ചിൽ. അതേ ആൾക്കാർ ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്നു, എൻ്റെ പോസ്റ്റിൽ കമൻറ്റ് ചെയ്യുന്നു, ബ്രോ അർജന്റീനയുടെ ഗോളെല്ലാം ഫെയർ ആയിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചും കിട്ടും എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഓക്കെ, VAR പറഞ്ഞു ആ 2 ഗോളും ഫെയർ ആണെന്ന്, ഞാനും പറയുന്നു ഫെയർ ആണ്. കാരണം ഞാൻ VAR വിശ്വസിക്കുന്നു. എനിക്ക് ഒരു സ്ഥലത്ത് എതിർക്കാനും ഒരു സ്ഥലത്ത് മറിച്ച് പറയാനും പറ്റില്ല. VAR പറയുന്നു ശരിയാണ്. ഇപ്പോൾ മോസലയുടെ എന്തുകൊണ്ട് അത് പെനാൽറ്റി കൊടുത്തില്ല, അത് സോഫ്റ്റ് ടച്ച് ആയിരുന്നു എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, സോഫ്റ്റ് ടച്ച് ആയിരുന്നു, പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലല്ലേ, അപ്പോൾ ഭയങ്കര വലിയ ടാക്കിൾ അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഈജിപ്തിൻ്റെ 2ാമത്തെ ഗോൾ ഡിസലവ് ചെയ്തത് അവരുടെ പ്ലെയറിനെ സ്റ്റോംപ് ചെയ്തുകൊണ്ടാണ്, അർജന്റീനിയൻ പ്ലെയറിനെ സ്റ്റോംപ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് അത് ആ ഫോളോ ത്രൂവിൽ വേറെ എവിടെ മാച്ച് ബ്രേക്ക് ആയിട്ടില്ല. ഗോൾ പോയി കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് ആയത്, അതുകൊണ്ടാണ് അവിടെ ഫൗൾ വിളിച്ചത്. അത് ഗോളല്ല. ശരി, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഗോളല്ലാന്ന്. ഞാൻ ഇതും ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇത്രയും തന്നെ എനിക്ക് ഫാൻസിനോടും പറയാനുള്ളൂ. ഒരു സൈഡ് പിടിച്ച് നിൽക്കരുത്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ അൾട്രാ അർജന്റീന ഫാൻസിനോടാണ്. ഓക്കെ, നിങ്ങളും വലിയ പുണ്യാളന്മാരൊന്നും അല്ല. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള ടീമിന് കിട്ടുമ്പോൾ നിങ്ങൾ പറയുന്നതും തിരിച്ച് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തതും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബാക്കിയുള്ളവൻ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു എതിർത്ത് നിൽക്കുന്നവൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ 50-50 നിങ്ങൾക്ക് കുറേ കിട്ടുന്നില്ല എന്നൊന്നും പറയരുത്. ഓക്കെ, ഇതിനൊരു പാറ്റേൺ റെക്കഗ്നീഷൻ ഫോർമാറ്റ് പറയും, 2022 തൊട്ടുള്ള കളികൾ. അപ്പം അതുകൊണ്ട് അത് മനഃപൂർവ്വം FIFA തരുന്നതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ പൂർണ്ണമായും റെഫറിമാരെ വിശ്വസിക്കണം. അപ്പോൾ ഈ ചില ടീമിന് കിട്ടുമ്പോൾ മാത്രം എതിർത്ത് പറയുമ്പോൾ അത് തിരിച്ച് അടിയായി വരും. ഇപ്പോൾ പോകുന്ന ഏറ്റവും കോമൺ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഈ വേൾഡ് കപ്പ് US-ലായതുകൊണ്ട് അർജന്റീനയെ ഫേവർ ചെയ്യുന്നു, ഫ്രാൻസിന് ഫേവർ ചെയ്യുന്നില്ല. കാരണം പാരഗ്വേയുടെ ഫൗളൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സ്റ്റാൻഡ് എടുക്കുക. റെഫറി ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് റെഫറി ശരിയല്ല. ഓക്കെ, അല്ലാണ്ട് ഇപ്പുറത്തൊരെണ്ണം അടുത്ത് വരുമ്പോൾ അണ്ണ ഇങ്ങനെ പറ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്.